കത്തിക്കാളുന്ന കൊടും ചൂടിന് ആശ്വാസമായി ഇന്നലെ പലയിടത്തും വേനൽ മഴ പെയ്തിറങ്ങി. ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. അശ്വതി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ മഴ കിട്ടിയൊരു സന്തോഷത്തിലായിരിക്കും അശ്വതിയും. കാരണം നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ വയ്യ, രാത്രി കിടന്നുറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരു ചൂട് ഒരാശ്വാസമായി എത്തിയിരിക്കുന്നു അല്ലേ? ശ്രീജ, തീർച്ചയായും ഭയങ്കര ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. വലിയൊരു ചൂട് കൊച്ചി നഗരത്തിൽ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ പോലും ഈ ചൂട് ബാധിച്ചു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഗ്രാമീണ മേഖലകളിൽ അടക്കം വലിയ ചൂടായിരുന്നു. അതിന് ആശ്വാസമായാണ് ഇന്നലെ രാത്രി മഴ പെയ്തത്. കൊച്ചി നഗരത്തിൽ നല്ല മഴ ലഭിച്ചു. ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലേക്കും നേരിയ തോതിൽ മഴ ലഭിക്കുകയുണ്ടായി. എന്തായാലും ഈ ചൂടിന് ചെറിയ ആശ്വാസമുണ്ടായിരുന്നു. ഈ ആലുവ മേഖലയിലൊക്കെ ഈ മഴയ്ക്കൊപ്പം തന്നെ വലിയ കാറ്റുണ്ടായി. ഈ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴുകി വീണതാണ് വലിയ ഒരു പ്രശ്നമുണ്ടായത്. അത് വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഈ വൈദ്യുതി വിച്ഛേദിക്കേണ്ട ഒരു പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് അത് പുനഃസ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഏലൂക്കര മസ്ജിദ് റോഡിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു. അത് വൈദ്യുതി നിശ്ചലമാകുന്നതിന് കാരണമായിട്ടുണ്ട്. UC കോളേജ് കടുപ്പാടത്തെ വാഴകൃഷി മഴയിൽ നശിച്ചു. അങ്ങനെ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ആലുവ അതുപോലെ തന്നെ മൂവാറ്റുപുഴ മേഖലകളിലൊക്കെ ഇത്തരത്തിൽ കൃഷിക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്കമാലി, പെരുമ്പാവൂർ, കോതമംഗലം മുനിസിപ്പാലിറ്റികളിലും വലിയ രീതിയിലുള്ള കനത്ത മഴയും ഒപ്പം തന്നെ കാറ്റും. ഈ ആലുവ മേഖലയിലൊക്കെ ഇത്തരത്തിൽ കാറ്റാണ് വലിയ വില്ലനായിട്ട് ഇന്നലെ ഉണ്ടായത്. പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം കൊച്ചിയിൽ ഇറങ്ങേണ്ട ദുബായിൽ നിന്നുള്ള വിമാനം കോയമ്പത്തൂരിലേക്ക് തിരിച്ചുവിടുകയും ഈ മഴ മാറിയതിന് ശേഷം തിരികെ കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നാശനഷ്ടത്തിൻ്റെ കണക്കെടുപ്പുകൾ നടക്കുന്നതേ ഉള്ളൂ. പലർക്കും നഷ്ടപരിഹാരമൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ മഴ ഒരു ചൂടിന് ഒരു വലിയ ആശ്വാസമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ മഴ തുടരും എന്നാണ്, ഈ 5 ദിവസത്തേക്കെങ്കിലും മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി അശ്വതി, നാശനഷ്ടങ്ങൾ അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കൊടും ചൂടത്ത് കിട്ടിയ വേനൽ മഴ വലിയൊരു ആശ്വാസമാവുകയാണ് ജനങ്ങൾക്ക്.